ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. ദുഃഖം ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. അൽബുസ്ത ഗവർണറേറ്റിലെ ദുഃഖം വിലായത്തിൽ പുതിയ ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ദുഃഖം വാലി ഷൈഖ് ബദർ ബിൻ നാസർ അൽ ഹർസി വിദ്യാഭ്യാസ മന്ത്രാലയം പ്രൈവറ്റ് സ്കൂൾ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഖദീജ അലി മുഹമ്മദ് അൽ സലാമി, അൽബുസ്ത ഗവർണറേറ്റ് വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ ജനറൽ മാജിദ് ബിൻ നാസർ അൽ നാവി, ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം, ബോർഡ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ഓഫീസ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദുഃഖമിലെ ഇന്ത്യൻ സ്കൂൾ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായുള്ള പ്രധാന സംഭാവനയാണെന്നും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന സ്കൂൾ മേഖലയുടെ സമഗ്രമായ വികസനത്തിനും സഹായമാകുമെന്ന് അംബാസിഡർ അമിത് നാരംഗ് പറഞ്ഞു. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്കും വികാസത്തിനും ഭാവിയെ മെച്ചപ്പെടുത്തുന്നതിനും മികച്ച സംഭാവനയാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ സംവിധാനം നൽകിയിരിക്കുന്നതെന്നും അമിത് നാരംഗ് പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ ഒമാനിലെ 22ാമത് സ്കൂളാണ് ദുഃഖമിലേത്. ദുഃഖമിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രവാസി ഇന്ത്യക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ഇതോടെ പൂർത്തിയാകുന്നത്. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം പ്രവേശനം നേടിയിട്ടുണ്ട്. KG മുതൽ 4 വരെ ക്ലാസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകുന്നത്. വരും വർഷങ്ങളിൽ ഉയർന്ന ക്ലാസ്സുകളും ആരംഭിച്ചേക്കും. ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുമെങ്കിലും പ്രഥമ പരിഗണന പ്രവാസി ഇന്ത്യക്കാരുടെ മക്കൾക്ക് തന്നെയാകും. അധ്യാപിക, അനധ്യാപിക ജീവനക്കാരുടെ നിയമന നടപടികളും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. സ്വന്തം കെട്ടിടത്തിലാണ് ദുഃഖം ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്ലാസ് മുറികളും ഫർണിച്ചറുകൾ ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളും സ്കൂളുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങളും ക്യാമ്പസിനകത്തെ മറ്റ് സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്നും 550 കിലോമീറ്റർ അകലെയുള്ള ദുഃഖം വിലായത്ത് രാജ്യത്തെ വികസ്വര പ്രദേശത്തിൽ ഒന്നാണ്. മേഖലയിൽ ഇന്ത്യക്കാരുൾപ്പെടെ പ്രവാസികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യൻ സ്കൂൾ ആരംഭിച്ചതോടെ ഈ മേഖലയിലെ പ്രവാസികളുടെ കുട്ടികൾക്ക് മികച്ച പഠന സൗകര്യമൊരുങ്ങും. സലാലയിൽ അനുഭവപ്പെട്ടത് ശരാശരിയിലും ഉയർന്ന താപനില. ഒമാനിൽ മെയ് മാസത്തിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ബർക്കയിലത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് 47.9 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കുറവ് താപനില ജബൽ ഷംസിലായിരുന്നു 18.9 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ സലാലയിൽ അനുഭവപ്പെട്ടത് 30.8 ഡിഗ്രി താപനിലയാണ്. ശരാശരിയിലും 1.3 ഡിഗ്രി സെൽഷ്യസ് അധികമായിരുന്നു ഇത്. മസീറയിലും തുറൈത്തിലും ശരാശരിയിലും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ ഒമാനിലെ അന്തരീക്ഷ താപനിലയിൽ ക്രമാനുഗതമായ വർധനവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒമാനിലുടനീളം താപനില ക്രമേണ ഉയരും. വാരാന്ത്യത്തിൽ പരമാവധി താപനില 45 ഡിഗ്രി സെൽഷ്യസ് മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തും. ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് അറിയിപ്പുകൾ നൽകിയത്. ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലും അൽദാഹിറ, അൽബുസ്ത, ദോഹാർ എന്നീ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ഉഷ്ണതരംഗത്തിൻ്റെ ആഘാതം ഏൽക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒമാൻ ഭരണാധികാരി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. 3ാമതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദിയെ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഇന്ത്യ ഒമാൻ തന്ത്രപ്രധാനമായ ബന്ധം പുതിയ ഉയരങ്ങൾ കീഴടക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. UN-ൽ വെടിനിർത്തൽ പ്രമേയം പാസാക്കിയതിനെ സ്വാഗതം ചെയ്ത് ഒമാൻ. ഗസയിൽ ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന അമേരിക്കൻ പ്രമേയം പാസാക്കിയ UN രക്ഷാസമിതി നീക്കത്തെ ഒമാൻ സ്വാഗതം ചെയ്തു. കാലതാമസമില്ലാതെ തുടർ നടപടികൾ ഉണ്ടാകണമെന്നും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇതിനായി പരിശ്രമിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഗസയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ യുദ്ധം 8 മാസം പിന്നിടുകയാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം US അവതരിപ്പിച്ച പ്രമേയം ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. 15 സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളിൽ 14 പേരും US തയ്യാറാക്കിയ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. വോട്ടെടുപ്പിൽ നിന്ന് റഷ്യ വിട്ടുനിന്നു. വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിനോട് അംഗീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് 31 പ്രഖ്യാപിച്ച 3 ഘട്ടമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ നേരത്തെ തന്നെ ഒമാൻ സ്വാഗതം ചെയ്തിരുന്നു. ആദ്യഘട്ടം ഞായറാഴ്ച നീണ്ടു നിൽക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ പൂർണ്ണവും സമ്പൂർണ്ണമായ വെടിനിർത്തൽ ഗസയിലെ എല്ലാ ജനസാന്ദ്രതയുമുള്ള പ്രദേശങ്ങളിൽ നിന്നും
ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നിവ ഉൾപ്പെടും. രണ്ടാം ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ ഒരു പ്രധാന പുനർനിർമ്മാണമാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇസ്രായേലും ഹമാസും ഉടൻ തന്നെ ഈ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ ഉപാധികൾ വയ്ക്കാതെ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. നിർദ്ദേശത്തിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ പ്രമേയം ഇരു കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നു. പോസ്റ്റൽ വഴി മയക്കുമരുന്ന് കടത്താൻ ശ്രമം പരാജയപ്പെടുത്തി. ഒമാനിൽ പോസ്റ്റൽ വഴി മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി ഒമാൻ കസ്റ്റംസ് വിഭാഗം. 3 വ്യത്യസ്ത സംഭവങ്ങളിലായി പോസ്റ്റൽ പാഴ്സലായി എത്തിയ 3850 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് മയക്കുമരുന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ ദിവസം അതിർത്തി വഴി കടത്താൻ ശ്രമിച്ച 1200 കിലോഗ്രാം ഹാഷിഷും കസ്റ്റംസ് വിഭാഗം പിടികൂടി നശിപ്പിച്ചിരുന്നു. വാഹനത്തിനുള്ളിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.